സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻകരമൂറ്റിയേ സ്വർണ്ണം കണ്ടവനാ ഒറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് കയറി അങ്ങ് വൈറലായപ്പോൾ ഭരണപക്ഷക്കാരുടെ ഉള്ള ഉറക്കം കൂടെ പോയി. എന്തായാലും തോറ്റ് തുന്നപ്പാടി. പക്ഷെ ഇത്തരത്തിൽ ഒരു അടിയായിട്ട് വീണ്ടും ഡെമോക്രസിന്റെ വാള് പോലെ ഇത് തലയ്ക്കുമീതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമെന്ന് അവരും ചിന്തിച്ചു കാണില്ല. എന്തായാലും കേസ് കൊടുക്കാൻ പോയപ്പോൾ സംഭവിച്ച കാര്യം അത് വളരെ രസകരമായിട്ട് നമ്മുടെ മണ്ണാർക്കാട് MLA ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പോലീസ് സ്റ്റേഷനിലും ഈ പാട്ട് നല്ല ഉച്ചത്തിൽ വെച്ചിട്ട് അവരും കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് MLA രസകരമായിട്ട് MLAയുടെ പ്രസംഗത്തിലൂടെ പറയുന്നത് കേട്ടോ. അപ്പം ഇത് ചെറിയ കാര്യമല്ല, വളരെ വലിയ ഇമ്പാക്റ്റ് ആണ്, വളരെ വലിയ ക്ഷതമാണ് യഥാർത്ഥത്തിൽ ഭരണക്കാർക്ക് ഏൽപ്പിച്ചിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തിലെ വിമർശനങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരിക്കണം തീർച്ചയായിട്ടും ജനാധിപത്യ പാർട്ടികൾ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള മുഖ്യധാര പാർട്ടികൾ മുന്നോട്ട് അവര് നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവര് ജനങ്ങളെ നയിക്കപ്പെടേണ്ടതും അത്തരത്തിൽ തന്നെയായിരിക്കണം. തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി യഥാർത്ഥത്തിൽ വളരെ വലിയ തോതിലാണ് ആഴങ്ങളിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഭരണക്കാരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അവിടെ നിന്നൊന്ന് പൊങ്ങി വരാൻ ഇവർക്ക് എത്ര ശ്രമിച്ചാലും കഴിയാത്ത അത്രയും ആഴത്തിലാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ഒന്നും അവലോകനങ്ങളിൽ, അവർ ഈ തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളിലോ അവരുടെ ഈ പറയുന്ന വിചിന്തനങ്ങളിലൊന്നും തന്നെ അവർ ആ തോൽവി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ MLAയുടെ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗം അവിടെ പറയുന്നതും ഇതേപോലെ രസകരമായ മറ്റൊരു കാര്യമാണ്. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലയാളം അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്ന ആളുകളൊന്നുമല്ല. ഇപ്പൊ തമിഴ്നാടിന്റെ പോലും പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കൃത്യമായി മലയാള പദങ്ങളുടെ അർത്ഥമൊന്നും അറിയില്ല. അപ്പം കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നവരുടെ കാര്യത്തിൽ ഈ പറയുന്ന പോലെ ഈ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ബസ്സുകളിൽ ശബരിമലയിലേക്ക് ശരണം വിളിച്ചു പോകുന്ന ആളുകളൊക്കെ തന്നെ യഥാർത്ഥ പാട്ടിന് പകരം ഈ ഒരു പാട്ടാണ്, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടാണ് അവർ ശരണം വിളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അർത്ഥമൊന്നും ഇവർക്കറിയില്ലല്ലോ. ഇത്തരത്തിൽ രസകരമായ സംഗതിയാണ് ഇതിൻ്റെ പിറകിലെന്ന് ഇവർക്കറിയില്ലല്ലോ. ഇവര് എവിടെ ചെന്നാണ് ഇനി നിൽക്കുക, അല്ലെങ്കിൽ ആരോടാണ് ഇനി അഭയം തേടുക? അപ്പോൾ ഈ തരത്തിൽ വളരെയേറെ എന്താ പറയുക, മോശം അവസ്ഥയിലൂടെയാണ് ഭരണപാർട്ടി കടന്നു പോകുന്നത്. നമ്മുടെ ഒരു ശക്തമായ ഇന്ത്യയിൽ തന്നെ ശക്തമായ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് ഈ ഭരണപാർട്ടി കയറി വരണം, അവരുടെ ചീത്തപ്പേരുകളെല്ലാം മാറ്റി കൃത്യമായി തിരിച്ചു വരണം എന്ന് തന്നെയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും വിശ്വാസവും പ്രാർത്ഥനയും. സ്വർണ്ണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ